ഡാ ഡാ നിക്ക്. അല്ല ബെന്നിയേട്ടത് എവിടെയായിരുന്നു? വന്നപ്പോലെ നോക്കണതാ. കോട്ടേഴ്സിലായിരുന്നു പണി. അടു കൊടുത്തു. നീ പെട്ടവരെയൊക്കെ ഞാൻ അപ്പം തന്നെ ഇവിടെ ഇറങ്ങി. അത് പോട്ടെ, നമ്മുടെ പണിയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള. നീ അത് വിട്. കാര്യം പറഞ്ഞാൽ നീ വീട്ടിൽ പോയിരുന്നോ? ആ ജോയിമോന് ഒരു പനിക്കോളുണ്ടായിരുന്നു. ഞാൻ പിന്നെ ചേച്ചീനെയും കൂടി ഹോസ്പിറ്റലിൽ പോയി. നീ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ജാൻസി കൂടി പോയാൽ പിന്നെ അവിടെ ഒരു കയ്യാട്ടത്തിനാരാ. റോസിലേക്കാണെങ്കിൽ ഇത് വയറ്റിലുള്ള സമയം. ഇതാ നിൽക്കണ ഗഡിയില്ലേ, ഇതേ അവൻ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോട്ടോ. അതാണ് കാർലോസ്. ഐറ്റം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്, പക്ഷെ റൂട്ട് വേറെയാണ്. മൂര്യ. ഞാനായിട്ട് അത്ര രസത്തിലൊന്നുമല്ല. ഒരിക്കലും ആശാൻ്റെ അടുത്ത് പഠിക്കാൻ ചെന്നിരുന്നു. ആശാനപ്പം തന്നെ ആറ്റി വിട്ടു. ഇപ്പോൾ ഒറ്റയ്ക്കാ. ഇന്നത്തെ കാലത്ത് കാശുണ്ടാക്കണ ഇവനെ പോലുള്ളവർക്കേ പറ്റുള്ളൂ. മേലും കീഴും നോക്കണ്ടല്ലോ. വന്നാളും കിട്ടിയ കാശ്. കാർലോസേട്ടോ, മുരിക്കായത്തിൽ കൂടുതലറിഞ്ഞോ? കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാവട്ടെ. ഉഷാറൊക്കെ ഇത്തിരി കുറഞ്ഞിരിക്കുന്ന ആടാ നല്ലത്. അല്ലെങ്കിൽ ആ പാവാട സുരേഷ് പരവളിൽ പോയ പിന്നെ കാർലോസേട്ടന് മുരിക്കായോട് വലിയ താല്പര്യം ഒന്നും കാണാനില്ല. എന്താടാ ചിരി? എത്ര കാലായി ഒരു വയറിൽ കണ്ടിട്ട്. അതൊക്കെ ഒരു കാലം. അയ്യോ, അത് പൊറോട്ട ഉണ്ടാക്കി തന്ന മാവാ. രണ്ടുപേരും കൂടി അതുകൊണ്ട് ഷെക്കില ഉണ്ടാക്കി വെക്കല്ലേ. ഇതെന്താ പൂരോ? അപ്പൊ മൂന്നിട്ട് അറിഞ്ഞില്ലേ? തടവുള്ളികളെ ഇപ്പൊ ചെണ്ടമേളം പഠിപ്പിക്കുന്നുണ്ട്. സൂപ്രണ്ട് സാറിന്റെ പുതിയ ഐഡിയ. ശരി. കളവിനും കളിക്കൊക്കെ താളാവട്ടെ. ആരാ ആശാൻ? പെരുവനൻ ഡെയ്സൺ എങ്ങനെയുണ്ട്? കക്കാനുള്ള കോഴ്സ് ഇനി തുടങ്ങുവോ? അല്ല, സ്ഥാപനം നടത്തിക്കൊണ്ട് പോകണല്ലോ. അല്ലൊക്കെ തന്നെ കുട്ടികളില്ലാണ്ട് നാല് സ്കൂളൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുക. പുതിയ 2 ജോയിനിങ് ഉണ്ടല്ലോ കാർലോസ് ചേട്ടാ. 2 പയ്യൻസാ. കഞ്ചാവായിരിക്കൂടാ, അല്ലെങ്കിൽ പീഡനം. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. എന്തുട്ടാ രണ്ടിനൊരു നാണം? എന്നിട്ട് കേസ് പീഡന? കുറി എന്നിട്ട് കുറി പൊളിഞ്ഞ പൂവല പോയി. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നിനക്ക് വേറെ എന്നിട്ട് ഇടപാട്? അങ്ങനെ ഇന്ന പണിയൊന്നുമില്ല, എല്ലാം ചെയ്യും. അപ്പൊ ഒരു പണി അറിയില്ലല്ലേ?